ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മനോഭാവം അനുസരിച്ച് പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും ചില പ്രത്യേക ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വളർന്നു വരാനായിട്ട് ഒരു കാരണമുണ്ടല്ലോ. കാലാകാലങ്ങളിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിന് മാറ്റം വരുന്നുണ്ട്. ഇപ്പം ദമ്പതികളെ സംബന്ധിച്ച് അവരിതിനകത്ത് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം അങ്ങ് ഓപ്പണായിട്ട് പറയണമെന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, ബന്ധപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ പങ്കാളി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ചില രീതികളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമുക്കൊരാളോട് തോന്നുന്ന ആകർഷണത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിൻ്റെ പിന്നിൽ കുറച്ച് ബ്രെയിൻ വർക്കുണ്ട്. പൊതുവെ എല്ലാവർക്കും ആരോഗ്യമായതിനോട് അല്ലെങ്കിൽ സുന്ദരമായതിനോട് ഒരാകർഷണമുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം കണ്ടുമുട്ടി പരിചയപ്പെടുമ്പോൾ അവരെ തമ്മിൽ ആകർഷിപ്പിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ചിലരോട് നമുക്കെന്തോ ഒരു പ്രത്യേക അടുപ്പോ ഇഷ്ടമൊക്കെ കൂടുതലായിട്ട് തോന്നും. ഓരോ വികാര വിചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നമുക്കൊരു ധാരണയുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. ചിലരോട് നമുക്ക് പ്രണയത്തിൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടമാണ്, എന്നാൽ ചിലരോട് അങ്ങനല്ല, കാമത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. മാനസികമായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളൊന്നും മനസ്സിനകത്ത് വരുത്തില്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പം ബന്ധപ്പെടുന്ന സമയത്താണെങ്കിലും ഏത് രീതിയാണ് പങ്കാളി കൂടുതലായിട്ടും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് ആ ഒരു രസം കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പലർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് പറയണമെന്നില്ല. ചിലർക്കാണെങ്കിൽ ചില രീതിയോട് അല്ലെങ്കിൽ ചില മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ചുംബനത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇഷ്ടത്തിൻ്റെ ഉണ്ട്, കാമത്തിൻ്റെ ഉണ്ട്. അപ്പോൾ രണ്ട് സാഹചര്യത്തിലും അത് ഫീൽ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. മാത്രമല്ല, രണ്ടാമത് പറഞ്ഞതിനകത്ത് നാവുകൊണ്ട് ചെയ്യുന്ന കുറേ ക്രിയകൾ വരുന്നുണ്ട്. കാരണം ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ശരീരം ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനകത്തൊരു എനർജി ലെവൽ ഉണ്ടാകണം. അത് മനസ്സിൽ നിന്ന് കിട്ടുന്നതാണ്, ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ നേച്ചർ എന്താണ്, അതനുസരിച്ചാണ് ഇഷ്ടങ്ങളും വരുന്നത്. ചിലർക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കുറച്ച് സോഫ്റ്റായിട്ട് മതി, എന്നാൽ ചിലർക്ക് അങ്ങനല്ല, കുറച്ച് ഹാർഡായിട്ട് വേണം. പ്രത്യേകിച്ചും ചിലരെ സംബന്ധിച്ച് ക്ലിറ്റോറിസൊക്കെ കുറച്ച് ഹാർഡായിട്ട് വന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയോടായിരിക്കും ഇഷ്ടം. ഇതിനകത്ത് ഹാർഡ് നേച്ചർ വരുന്നത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവമാണെങ്കിലും അത് ഉപയോഗിക്കും തോറും അതിൻ്റെ ഡിഫെൻസ് മെക്കാനിസം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റേഞ്ചിലുള്ളവരെ സംബന്ധിച്ച് നാവ് കൊണ്ട് ചില ക്രിയകൾ ചെയ്യുന്നത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തെ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ശരിക്കും ആസ്വദിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നാവും വിരലുകളും ഒരേ സമയം ഉപയോഗിച്ച് ചില ക്രിയകൾ ചെയ്യുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു ചിലരെ സംബന്ധിച്ച് അവർ ഈ ഒരു കാര്യം പങ്കാളിയോട് സൂചിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ റെസ്പോൺസ് ചെയ്യാറുണ്ട്. ചിലർക്കാണെങ്കിൽ അകത്തേക്ക് വരുന്നതിന് മുമ്പ് ചെറുതായിട്ടുള്ള ഒരു ഒഴിച്ചിൽ വളരെ പ്രധാനമാണ്. ഇതുപോലെ പൗരുഷം കൊണ്ട് ചെയ്യുന്ന പല ക്രിയകളും അവരെ സംബന്ധിച്ച് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ സമയത്ത് കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇഷ്ടമാണ്, എന്നാൽ ചിലർക്ക് അങ്ങനല്ല. അവർക്ക് കുറച്ച് ബോൾഡായിട്ടുള്ള സംസാരം, പ്രവർത്തനങ്ങൾ, രീതികൾ, അതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ രീതികളോടാണ് ഇഷ്ടം. എന്നുവെച്ചാൽ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇത് അങ്ങോട്ട് വേണമെന്ന് പറയത്തില്ല. പങ്കാളി ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് അവരിലേക്ക് വരുമ്പോഴാണ് ഒരു പ്രത്യേക ആത്മവിശ്വാസവും മൂഡും ഒക്കെ തോന്നുന്നത്. ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഓരോ തരത്തിലുള്ള എനർജി ലെവലാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തൊരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ടെൻഷൻ തോന്നും. ഈ ടെൻഷൻ മറ്റ് പല കാര്യങ്ങളെയും ബാധിക്കാറുണ്ട്. ഒരുപക്ഷെ സംതൃപ്തിയായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യവും അവർ പങ്കാളിയോട് ഓപ്പണായിട്ട് പറയണമെന്നില്ല. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തിലായിരിക്കും. ഇപ്പം സ്വയമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ പല രീതികളും കാണും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിനകത്ത് ഹാബിറ്റായിട്ട് വരുന്നതാണ്. അവർക്കതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ഒരു കാര്യത്തിനകത്ത് രണ്ടു പേർക്കും ഒരുപോലെ സംതൃപ്തി കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അവസാനം ചെയ്യുന്ന മെത്തേഡ് അതനുസരിച്ചുള്ളതായിരിക്കണം. അത് ഇടയ്ക്ക് വെച്ച് മുറിയരുത്, ഒരു സ്പീഡും വേണം.
അതുപോലെ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് പറയണമെന്നില്ല. ഇത് പലപ്പോഴും പങ്കാളിയുടെ റെസ്പോൺസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.